ഹലോ, എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടെ വരെയായി. നമ്മുടെ ഇവിടുത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഈ ചെറിയൊരു പൂന്തോട്ടത്തിൻ്റെ അകത്ത്, പൂന്തോട്ടം ഒന്നും പറയാനില്ല, കുറേ ചെടികളുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്കതൊക്കെ പോയി, വലിയ മഴയായിരുന്നല്ലോ. അപ്പോൾ ബാക്കി നിൽക്കുന്ന കുറച്ച് ചെടികളുടെ ഇടയിൽ നന്നായിട്ട് പുല്ല് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കാശുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു, ഉറക്കിയിട്ട് തൊട്ടിയിട്ട് കിടത്തേക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട് കേട്ടോ, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് വന്നതിന് ശേഷം പൂവിൻ്റെയൊക്കെ എണ്ണ എടുക്കുകയാണ്. പൂവ്, മൊട്ട്, അതിൻ്റെ ഇലകൾ, ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കുക. ഇതിലേതാ അമ്മ കളയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് ഫുൾ ടൈം എൻ്റെ കൂടെ ഫുൾ ഓണായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ അവസാനം ഒരു കാര്യമുണ്ട്. അപ്പോൾ അവസാനം നിങ്ങൾ എന്തായാലും കാണണം, മുഴുവനായിട്ട് കാണണം കേട്ടോ. ഫുൾ ഇങ്ങനൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓണത്തിനൊക്കെ മുന്നോടിയായിട്ട് വീടിൻ്റെ പരിസരവും വീടും ഒക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുമല്ലോ. എപ്പോഴും വൃത്തിയാണ്, എന്നാൽ പോലും പുല്ലെല്ലാം പറിച്ച് നല്ല നീറ്റാക്കി ഇടുമല്ലോ. വഴിയും നമ്മുടെ എന്തെല്ലാം പുല്ലുകളും വൃത്തികേടുകളും മാറാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ക്ലീനാക്കി ഓണത്തപ്പനെ വരവേക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പൂക്കളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇത്രയും പുല്ലുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാനെന്നാൽ പിന്നെ അത് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു. പക്ഷേ കാശുകൂട്ടനും കൂടി ഉള്ളത് കൊണ്ട് നമുക്കത് എങ്ങനെയാകും, കാരണം അവൻ്റെ ഉറക്കം എന്ന് പറയുന്നത് രാവിലെ കുറച്ച് സമയം ഉറങ്ങിയാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞ് ഒന്ന് ഉറക്കും. എന്നാൽ രാവിലെ അന്നേരം ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങും. അപ്പം ഇന്ന് രാവിലെയാണ് ഉറങ്ങിയേക്കണത്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം ഈ വീഡിയോ. ഇത് ഫുള്ളായിട്ട് പോകുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഇതിടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമായിരിക്കും, അവൻ എഴുന്നേറ്റ് പോകണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ സാഹസികമായിട്ട് അതിനിടയ്ക്ക് നിന്നൊരു ചൊറിയണം പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ചൊറിയൻകണ്ണൻ സാഹസികം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ ഇത് പറിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ അതിൻ്റെ ഇല കൊള്ളൂ കേട്ടോ. ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചൊറിയൻകണ്ണൻ പറിക്കുമ്പോൾ അതിൻ്റെ തണ്ട്, ഏറ്റവും അടിയിലെ തണ്ട് കൂട്ടി പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിയത്തില്ല എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഏറ്റവും അടിയിൽ ആ വേരിനോട് ചേർന്നുള്ള ഭാഗം വെച്ചിങ്ങനെ പറിച്ചെടുത്തപ്പോഴത്തേക്കും കയ്യിലും കൊണ്ടില്ല, ഒട്ടും ചൊറിഞ്ഞില്ല കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി ചൊറിയണ്ണൻ ഇങ്ങനെ പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം ചൊറിയണ്ണം പറിക്കാൻ പോയപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ കൂടെ വന്നു. അപ്പോൾ കുഞ്ഞാറ്റനെ ഞാൻ അവിടുന്ന് മാറ്റി വിട്ടു. പിന്നെ ഞാൻ വീണ്ടും അവിടെ ക്ലീനാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആളവിടെ തകൃതിയായിട്ട് എൻ്റെ കൂടെ നടന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി അതിൻ്റെ കൂടെ തന്നെ ഓരോന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാന്താരി ചീനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറിച്ചത് ഒരു തുളസി കേട്ടോ. ഈ തുളസിയുടെ പേരെന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ മുടിയിലെങ്ങാനും ഒരെണ്ണം വെച്ചാൽ ആ ഒരു ഏരിയയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും. ഇത് കൃഷ്ണ തുളസി ഇതല്ല, അല്ല ഇത് കർപ്പൂര തുളസി ഇതല്ല. ഇത് എന്ത് തുളസിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ആ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഇതിലുള്ള ഈ പുല്ലുകളാണ് ഏറ്റവും പ്രശ്നം. നിലത്ത് നിൽക്കുന്നത് നമുക്ക് പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ആ സാധനം എത്രത്തോളം ആണെങ്കിലും നമുക്കിങ്ങനെ പോരത്തില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അടിച്ചു നോക്കി. പായലൊക്കെ ഉണ്ടല്ലോ മഴ പെയ്തതിന് ശേഷം വന്നത്, അതിൻ്റെ കൂടെ തന്നെ അതിങ്ങ് പോരുമായിരിക്കും എന്ന് വെച്ച് കുറച്ചൊക്കെ ഞാൻ അടിച്ചു നോക്കി. പക്ഷെ നടക്കുന്നില്ലടാ. അതൊക്കെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പറ്റുന്നത്ര ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇപ്പം നമ്മൾ ആദ്യം കണ്ടതും അവസാനം കാണുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ പറയാട്ടോ. പിന്നെ ഇങ്ങനെ ഇപ്പോൾ കുഞ്ഞാറ്റ ഇങ്ങനെ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെ ഒന്ന് നടക്കാനുള്ളൊരു പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഇവർ വരുമല്ലോ. കാശിനെ സംബന്ധിച്ച് ഇപ്പോൾ 1 വയസ്സാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ തൊട്ടി തന്നെയാണ്. ഇതിനിടയ്ക്ക് അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തേണ്ടി വരും എന്നുള്ള ഒരൊറ്റ ബോധത്തോടു കൂടി തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം കുഞ്ഞാറ്റ എന്തായാലും എന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ പുല്ലും ഓരോന്ന് പറിച്ച് താഴെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് എന്നോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. മെയിൻ റോഡ് സൈഡായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വണ്ടി സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്തത്. നമ്മൾ ഏകദേശമൊക്കെ അത് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വിശേഷത്തിലോട്ടൊക്കെ വരാം. നിങ്ങളുടെ എല്ലാ ഓണം ഇവിടെ വരെയായി.
ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടോ? എന്തായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ഒരു വീഡിയോ, അതായത് കുഞ്ഞാറ്റയും ഞാനും തമ്മിലുള്ളൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് വെച്ച് ഇങ്ങനെ ഇടുന്ന. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോ കാണുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമാണോ എന്നും ഒന്ന് കമൻറ്റായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനങ്ങ് ചെയ്തു. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കൊരു എന്താ പറയുക, മോശമായി കിടന്നൊരു സ്ഥലം വൃത്തിയാക്കി എടുക്കാൻ പോകുന്നു എന്നുള്ള രീതിക്കാണല്ലോ ചെയ്യണേ. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് കേട്ടോ. മെയിനായിട്ട് എൻ്റെ കൂടെ കുഞ്ഞാറ്റയും കൂടെ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ വിചാരിച്ചത് അവൾ വഴക്കുണ്ടാക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോവും, ഇത് ശരിയാവത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ആദ്യമേ കുറച്ച് പൂക്കളും ഒക്കെ പറിക്കണം കണ്ടപ്പോൾ. പക്ഷെ പുള്ളിക്കാരി ഞാനവിടെ ആ മതിലിലുള്ള പുല്ല് അത് പായലടിക്കണം കണ്ടിട്ട് അപ്പുറത്തുനിന്ന്, ഇത് നമ്മൾ പുറകുവശത്തെ ടൈലൊക്കെ അടിക്കുന്ന ചൂല് തന്നെയാണ് കേട്ടോ, ആ പുൽച്ചൂല് അകം അടിക്കുന്നതല്ല. അപ്പോൾ അത് പുറകുവശത്ത് ഇരിക്കുന്നത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് മതിലെല്ലാം അവൾ തന്നെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് മാറ്റി വിടേണ്ട കാര്യമൊന്നും വന്നില്ല, അവിടെ തന്നെ നിന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചെത്തി, നന്ദ്യാർവട്ടം, പിന്നെ കുറേ ചൈനീസ് ബോൾസ്, ശംഖുപുഷ്പം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. മുല്ലയും നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെത്തി എന്ന് പറയുന്നത് നല്ല കട്ട ചെത്തിയാണ് കേട്ടോ, നല്ല ചുവപ്പ്. അപ്പോൾ അത് എനിക്ക് വെട്ടിക്കളയാൻ തോന്നിയില്ല. അതിനൊരു കമ്പൊക്കെ വെച്ച് നമുക്കൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടിങ്ങനെ നിന്നോളും. അതുപോലെ തന്നെ നമ്മുടെ മുല്ലയിൽ മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് അതിൽ പൂക്കൾ വന്നാലോ എന്ന് വെച്ച് ഞാൻ അതും വെട്ടിയില്ല. ഒരു പക്ഷേ അത് രണ്ടും കൂടി വെട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നീറ്റ്നെസ് ആയനെ ആ ഒരു ഏരിയ. മുട്ടുള്ളതുകൊണ്ട് ഞാൻ വെട്ടിയില്ല കേട്ടോ. പിന്നെ ഈ ചൈനീസ് ബോൾസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് പറയണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു പിങ്കും കൂടി കണ്ടിട്ടുണ്ട്, അത് വൈറ്റും പിങ്കും കൂടി മിക്സായിട്ട് അങ്ങനൊരു പൂവും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ 2 കളറും കൂടി ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഒരൊറ്റ കമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ പല പൂക്കളുണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ വയലറ്റ് വെച്ചു, വയലറ്റിനകത്ത് ചെറിയൊരു വൈറ്റ് ഉള്ളത്, വൈറ്റ് കൂടുതലായിട്ട് വയലറ്റ് ചെറുതായിട്ട് എന്താ പറയുക, അല്ലികളിൽ ഇതളുകളിലുള്ളത്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ കമ്പിലും ഓരോ രീതിയായിരിക്കും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ നമ്മൾ മാറ്റി കുത്തുമ്പോൾ ആ രീതിയിൽ തന്നെ അങ്ങ് കൂടുതലുണ്ടാവുമായിരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു രീതി. എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഷിത്തണ്ട് പോലെ ചുമ്മാ നമുക്കിങ്ങനെ ഒടിച്ചു കുത്തിയാൽ മതി, വേറെ ഒരു രീതിയിലുള്ള പരിചരണവും ഇതിനാവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കളറുകൾ എവിടെ ഉണ്ടെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുപോയി വയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടോ, ഇതിൻ്റെ ഏതൊക്കെ കളറുകളുണ്ടെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പുല്ലൊക്കെ കുറേയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. കുഞ്ഞാറ്റ ഇപ്പുറ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ പുല്ല് പറിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. ഈ പുല്ലാണ് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത് പറിച്ചിട്ടിങ്ങ് വരുന്നില്ല, പറിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിച്ചെടുക്കാൻ പ്രയാസമൊന്നുമില്ല, പക്ഷെ അത് തീരുന്നില്ല. ഒരുപാടുണ്ട്. അതിൻ്റെ വലുത് നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം, പക്ഷേ അതിൻ്റെ ചെറുതുണ്ട്, അതിങ്ങനെ ചേർന്ന് തന്നെ നിൽക്കും. അത് ഞാൻ ഒരുപാട് സമയം എന്താ പറയുക, അത് ഞാൻ വലിച്ചു പറിച്ചെടുത്തു. പിന്നെ കുറേയൊക്കെ അടിച്ചു കളഞ്ഞു. ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ് കൊണ്ടെടുത്ത ഏട്ടനുണ്ട്. അതുകൊണ്ട് എനിക്ക് പകുതി സമ്മതനം ഞാൻ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ടിട്ടായിരുന്നു വന്നത്. എന്ന് വെച്ചാൽ കാരണം ഞാൻ കേൾക്കാമല്ലോ എന്ന് വെച്ചു. പക്ഷേ ഏട്ടൻ വന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു, അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇതങ്ങ് തീർക്കാം എന്ന് വെച്ചു. ഇനി ഇത് നമ്മുടെ ചെറിയൊരു ഏരിയ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ ഉണ്ട്, അത് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യും. എന്നാലും ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ തീർത്ത് കിടക്കുകയാണെങ്കിൽ പൂക്കളെല്ലാം നല്ല വൃത്തിക്ക് കിടക്കുമല്ലോ എന്ന് വെച്ചാണ് ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചൂലൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മേ അതങ്ങനെയല്ല, ഇങ്ങനെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വലിച്ച് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വല്ല അട്ടയോ
പുഴുവോ അങ്ങനെ വല്ലതും വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ മാറ്റി വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവൾ അങ്ങനെയൊന്നും സമ്മതിക്കില്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ. കാര്യം പറഞ്ഞാൽ രാവിലെ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് നിൽക്കുക. പക്ഷേ ഇതും കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കുളിപ്പിക്കണം. അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് പിന്നെ ചെയ്തോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം പുള്ളിക്കാരി അവിടെ നിന്ന് പറിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ വീട്ടിൽ ബാക്കിയെല്ലാ സംഭവങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഓഗസ്റ്റ് 22. ഇന്ന് 22 കേട്ടോ ഡേറ്റ്. അപ്പോൾ ഇനി ഉണ്ടല്ലോ 5-ാം തീയതി ആണല്ലോ ഓണം. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഈ ദിവസങ്ങളും കൊണ്ട് എന്തായാലും തീർക്കണം. ആദ്യമായിട്ട് ഇതങ്ങോട്ട് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. കുഞ്ഞാറ്റേനെയും എന്നെയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം. ഇനി ബാക്കി വീഡിയോസിലൊക്കെ ഏട്ടനെയും കാശിക്കുട്ടനെയും ചേച്ചി ചേട്ടായി ഡാഡി എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മളെല്ലാവരെയും പറയാനാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? എന്തൊക്കെ വീഡിയോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഫാമിലി വ്ളോഗ്സൊക്കെ ഇഷ്ടമാണോ? അതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് ഇത്രയൊക്കെ നീറ്റാക്കി വന്നു. ഇനി ഇത്രയും ഏരിയ, ആ കട്ട വെച്ചിരിക്കുന്ന അത്ര ഏരിയയിലാണ് ഞാൻ പൂക്കളൊക്കെ നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പം വെറുതെ കിടക്കുന്ന ആ ഏരിയയിലൊക്കെ ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പിങ്ക് ബോൾസ് ഉണ്ടായിരുന്നു. പിന്നെന്താ, നമ്മുടെ ചെത്തി പോലെ ഇരിക്കുന്ന ഒരു ചെടി, പക്ഷെ ചെത്തിയല്ല, ഇങ്ങനെ കട്ടായിട്ട് ചെത്തി, അതിൻ്റെ വയലറ്റും ഉണ്ട് റെഡും ഉണ്ട്. ചെത്തി പോലെ കട്ടായിട്ട് ഇങ്ങനെ കൊല കണക്കുണ്ടായി നിൽക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു അവിടെ. അതും പോയി. അത് എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം അടുപ്പിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വേനലിൽ നന്നായിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി, പക്ഷേ എന്നാലും അത് ഉണങ്ങിപ്പോയി. അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. പിന്നെ അവിടെ നിൽക്കുന്ന അതൊരു റോസയാണ് കേട്ടോ. അത് വള്ളി റോസയാണ്, നമ്മുടെ വെള്ള വള്ളി റോസ, നല്ല കൊല കുത്തി ഉണ്ടാകുന്ന അങ്ങനത്തെ റോസപ്പൂ അത്. അപ്പോൾ അതിന് ഇനിയിപ്പം വള്ളിയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ എന്തായാലും ആ ഏരിയ അടഞ്ഞു പോകുമല്ലോ, അതിലൂടെ ആയിരിക്കുമല്ലോ വള്ളി വരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പിന്നെ അവിടെ ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ പറിച്ച് ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചല്ല ഇന്ന് നടക്കുമെന്ന്, പക്ഷെ നടന്നപ്പോൾ എന്തായാലും അത് വീഡിയോ ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഇത്രയൊക്കെ ആയിട്ടോ ഒരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെ നമ്മൾ അടിച്ച് കൂട്ടിയതെല്ലാം കൂടി വാരിക്കളയാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ വാരിക്കളയാനുള്ള പരിപാടി ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിലും കുഞ്ഞാറ്റ വന്നു. കുഞ്ഞാറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നോ ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം അവൾക്ക് ചെയ്യണം. അതാണ് അവളുടെ ആഗ്രഹങ്ങൾ. എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവൾക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പൗഡറും പൊട്ടൊക്കെ തൊടുകയാണെങ്കിലും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എല്ലാം വേണം. അവസാനത്തെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി ആദ്യം തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ആദ്യം അവിടെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൾ ഈ കൊട്ടയ്ക്കകത്തേക്ക് ചെറിയ കരികലകളൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അടിച്ചു കൂട്ടിയതെല്ലാം ഞങ്ങളൊരു കൊട്ടയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ അവസാനം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞേ. ഇനിയുണ്ടൊരു കാര്യം കൂടി, അത് വഴിയേ കാണാം. ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കിടന്ന ആ ഒരു രീതി നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി, അവളും എന്നെ സഹായിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഇത്ര ചെയ്തെടുത്തു. ഇത് വലിയ കാര്യമൊന്നുമല്ല, എന്നാലും കുഞ്ഞു സമയത്തിൽ ചെയ്തപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഇതാണ് കേട്ടോ പൂക്കൾ. അതിൻ്റെ പീച്ചുണ്ട്, റെഡുണ്ട്, വയലറ്റ് ഉണ്ട്. പിന്നെ ഇത് അവിടെ നിൽക്കുന്ന ആ ഒരു വയലറ്റ് ചെടി കണ്ടോ, ഞാനത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടാട്ടോ. എനിക്കിതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഒരു കളറ്, നല്ല ഭംഗിയത്. അത് നമ്മൾ പറിച്ച് മൊത്തത്തിൽ കളഞ്ഞാലും അതിൻ്റെ ഒരുപാട് തൈകൾ വരും. അപ്പോൾ ഞാൻ അവസാനം കുഞ്ഞാറ്റോട് ഇതാണ്ടാ ഞാൻ പറയാൻ കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാറ്റോട് ഓക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാറ്റ ടാറ്റാ ഉമ്മ ബൈ ബൈ ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.